എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മലയാളികളുടെ ഇഷ്ടപ്പെട്ട റെസിപ്പിയായ കാരക്കൊഴുക്കട്ടയാണ്. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. പിന്നെ 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ് വേണം, 1 സ്പൂൺ എള്ള് വേണം, 1 സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, 1 കപ്പ് തേങ്ങ. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെയുള്ളൊരു ബൗളെടുക്കുക. അതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൈ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വറുത്ത അരിപ്പൊടി ഇല്ലെങ്കിൽ സാധാ അരിപ്പൊടി എടുത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ തിളപ്പിച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ജീരകമാണ്. പിന്നെ വേണ്ടത് 1 സ്പൂൺ എള്ളാണ്. എള്ളില്ലേലും കുഴപ്പമില്ല, ഇതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യരുത്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ എടുക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ കുറച്ച് അധികം ഇടുക, എന്നാൽ മാത്രമേ കാരക്കൊഴുക്കട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മാവെല്ലാം ഈ ഒരു പരുവത്തിലൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ബൗൾസുകളായി മാറ്റാം. കുറേശ്ശെ എടുക്കുക. ഈ ഒരു പരുവത്തിൽ എല്ലാ മാവുകളും ആക്കിയെടുക്കാം. മാവുകളെല്ലാം ഈ ഒരു പരുവത്തിൽ ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കണം. സ്റ്റീം ചെയ്യാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതുപോലൊരു പാത്രത്തിലാണ് കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായ മാവ് വേവിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. മാവുകൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായ മാവുകളെല്ലാം ഇതുപോലെ സ്റ്റീം ചെയ്യാൻ വച്ചിട്ടുണ്ട്. ഇതൊരു 15-20 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മളുടെ കൊഴുക്കട്ടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ളൊരു നൈഫ് ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. കൊഴുക്കട്ടയെല്ലാം ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കണം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇവിടെ നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം.
ചെയ്യുക. ഉള്ളി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുക. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇനി ഒരു പിഞ്ച് അളവിൽ കായപ്പൊടിയാണ്, അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഇടുമ്പം കൊഴുക്കട്ടയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ കാരക്കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കാരക്കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.